أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയം സെഹ്വിൻ്റെ സുജൂദിനെ സംബന്ധിച്ചാണ്. സെഹ്വിൻ്റെ സുജൂദ്, സെഹ്വ് എന്ന് പറഞ്ഞാൽ മറവി എന്നാണ് അർത്ഥം. അപ്പോൾ മറവി സംബന്ധമായി ചെയ്യുന്ന സുജൂദ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ജനാസ നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും സെഹ്വിൻ്റെ സുജൂദ് വരും. മയ്യിത്ത് നിസ്കാരമല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ തന്നെ സെഹ്വിൻ്റെ സുജൂദ് വരും. മയ്യിത്ത് നിസ്കാരത്തിൽ ഒരാൾ 4 തക്ബീറിന് പകരം 5 തക്ബീർ ചൊല്ലിയാൽ അത് മനഃപൂർവ്വം ചൊല്ലുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. മറന്നു ചൊല്ലുകയാണെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിന് പരിഹാരമൊന്നുമില്ല. സെഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജനാസയിൽ പങ്കെടുത്തപ്പോൾ ആലിമീങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ മയ്യത്തുമായി വളരെ ബന്ധപ്പെട്ട ആൾ എന്ന രൂപത്തിൽ ഒരാൾ ഇമാം വന്നു. മൂപ്പര് 5 തക്ബീറില്ല. അപ്പോൾ 4ാമത്തെ തക്ബീറിന് ശേഷം പിന്നെ അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം കിട്ടിയാൽ മതി. അതിൻ്റെ സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് ഒരു തക്ബീറും കൂടി ചൊല്ലി. അപ്പോൾ അത് മനഃപൂർവ്വമല്ല, അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ആലിമീങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ, സയ്യിദന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇമാമത്ത് നിർത്തിയാൽ മതി. മയ്യിത്തിൻ്റെ അവകാശികൾക്ക്, ബന്ധപ്പെട്ട ആളുകൾക്ക് ആണ് നിസ്കരിക്കാമെങ്കിൽ, നിസ്കരിക്കേണ്ട ചുമതലയുള്ളതെങ്കിൽ പോലും മറ്റൊരാളെ അത് ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ധാരാളം ആളുകൾ തുടർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ. അപ്പോൾ ആ നിസ്കാരത്തിൽ ഇമാമ് ഒരു കഴിവുള്ള ആളായിരിക്കണം. മക്കൾ, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ കടമപ്പെട്ടവരാണെങ്കിലും ധാരാളം ആളുകൾ പിന്നിൽ തുറന്ന് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായതുകൊണ്ട് അത് അറിയുന്ന ആളാണ് ഏറ്റവും ഉത്തമം അവിടെ. അപ്പോൾ ആ നിസ്കരിച്ച വ്യക്തി 5 തക്ബീറും ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നിട്ട് വബറകാതുഹു ചൊല്ലിയും ചെയ്തില്ല. ഒരു സുന്നത്തുള്ള കാര്യമാണ്. അപ്പോൾ ആ സുന്നത്തൊക്കെ ഒഴിവാക്കുന്ന രൂപം വന്നത് അത് നിശ്ചയില്ലാത്ത ആളായതുകൊണ്ടാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ആ ബന്ധപ്പെട്ട ആൾ നിസ്കരിക്കണം എന്നൊരു വലിയൊരു നിർബന്ധമുള്ള മാതിരി ഏതെങ്കിലും ആളൊക്കെ പിടിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിർത്തും. അപ്പോൾ ആ മയ്യിത്തിൻ്റെ മുന്നിൽ വെച്ച് മയ്യിത്തിനുള്ള ദുആ അല്ലേ, അത് നിശ്ചയമുള്ള ആൾക്കാരും അറിവുള്ള ആൾക്കാരും അല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മയ്യിത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും, സുന്നത്തായ നിസ്കാരമാവട്ടെ ഫറദായ നിസ്കാരമാവട്ടെ, ഏത് നിസ്കാരത്തിലും സെഹ്വിൻ്റെ സുജൂദ് വരും. സെഹ്വിൻ്റെ സുജൂദിൻ്റെ നിയമം, സെഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. സെഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അഥവാ സെഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് തകരാറൊന്നും പറ്റൂല. സെഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അലിയുൽ ഉജ്ഹൂരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, സെഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണമുണ്ടായിട്ട് സെഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ 70 തവണ നിസ്കരിച്ചതിനേക്കാൾ ഉത്തമമാണ് സെഹ്വിൻ്റെ സുജൂദോടു കൂടെയുള്ള നിസ്കാരം. സെഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണമുണ്ടായിട്ട് ആ സെഹ്വിൻ്റെ സുജൂദ് ചെയ്യാതിരിക്കാം, സുന്നത്തായതുകൊണ്ട് ചെയ്യാതിരിക്കാം. പക്ഷേ സെഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ടിട്ടുള്ള നിസ്കാരം അത് ഇബ്ലീസിനോടുള്ള ഒരു എതിർപ്പാണ്. മറവി വരുന്നത് ഇബ്ലീസിൻ്റെ ഫിത്തന കൊണ്ടാണ് മറവി വരുന്നത്. നിസ്കാരത്തിൽ ഇബ്ലീസിൻ്റെ സാന്നിധ്യം കൊണ്ടിട്ട്, ശൈത്താൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മറവി വരുന്നത്. അപ്പോൾ അവനെ
അതൃപ്തിപ്പെടുത്തുന്ന, അവനെ ദേഷ്യപ്പെടുത്തുന്ന ഒന്നാണ് സഹ്വിൻ്റെ സുജൂദ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹ്വിൻ്റെ സുജൂദിന് കാരണമുണ്ടായി. അങ്ങനെ സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ടിട്ടുള്ള നിസ്കാരം അതില്ലാത്ത 70 നിസ്കാരത്തെക്കാളും പ്രതിഫലമുള്ളതാണ് എന്ന് ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹ്വിൻ്റെ സുജൂദ് ഉണ്ടായ കാരണം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. സഹ്വിൻ്റെ സുജൂദിനിക്ക് 5 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് അബ്ആദ് സുന്നത്തുകൾ. നിസ്കാരത്തിൽ 2 സൈസ് സുന്നത്തുണ്ട്. അബ്ആദ് സുന്നത്തുണ്ട്, ഹൈആത്ത് സുന്നത്തുണ്ട്. അതിലെ ഈ അബ്ആദ് സുന്നത്തുകൾ മറന്നുകൊണ്ടോ മനഃപൂർവമോ ഒഴിവാക്കി കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഒഴിവാക്കിയാലും മറന്നു ഒഴിവാക്കിയാലും ഈ 2 ഘട്ടത്തിനും സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഇപ്പോൾ കുനൂത്ത്, നിസ്കാരത്തിലെ കുനൂത്ത്, ആ കുനൂത്ത് അബ്ആദ് സുന്നത്താണ്. ആ സുന്നത്ത് ഒരാൾ മനഃപൂർവ്വം കൊണ്ട് ഒഴിവാക്കി, മനഃപൂർവ്വം ഒഴിവാക്കിയാലും സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്, മറന്നുകാണ്ട് ഒഴിവാക്കിയാലും സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇമാമ് ചെയ്തില്ലെങ്കിൽ മഅ്മൂമ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇമാമ് ചെയ്തില്ല എന്നാൽ മഅ്മൂമിങ്ങൾക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ ഇമാമ് കുനൂത്ത് ഓതിയില്ല, ഇമാമ് കുനൂത്ത് ഓതാതെ ഇമാമ് സുജൂദിലേക്ക് പോയി, ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമിങ്ങൾക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം മഅ്മൂമിങ്ങളായ ആൾക്കാർക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇമാമിന് മറവി സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ഇമാം മനഃപൂർവ്വം ഒഴിവാക്കിയതായിരുന്നാലും മഅ്മൂമിങ്ങൾക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അവിടെ ഒരു കാര്യം, കുനൂത്തിൻ്റെ അവിടെ ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിക്കുകയാണ്. സുബഹിക്ക് ഒരാൾ പള്ളിക്കൽക്കൊണ്ട് വന്നു. അപ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഈ വന്ന ആൾ വിചാരിച്ച് ഇയാൾ സുബഹി നിസ്കരിക്കുകയാണ്. പക്ഷേ നിസ്കരിക്കുന്ന ആൾ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്താ നിസ്കരിക്കണം. നിസ്കരിക്കുന്ന ആൾ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്താ നിസ്കരിക്കണം. വന്ന ആൾ മനസ്സിലാക്കിയത് ഇയാൾ സുബഹി നിസ്കരിക്കാതെ മനസ്സിലാക്കിയിട്ട് അയാളെ തുടർന്നപ്പോൾ ഒന്ന് തോണ്ടി. ആ തോണ്ടേണ്ടത് എന്തിനാ? ആ തോണ്ടുന്നത് ഈ ആള് ജമാഅത്തിൻ്റെ നിയ്യത്ത് ചെയ്യാനാണത്. ഈ ഇമാമായ വ്യക്തി ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് ചെയ്യാനാണ് ആ തോണ്ടുന്നത്. ഈ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തില്ലെങ്കിലും മഅ്മൂമിനിക്ക് ആളെ തുടരാം, അതിന് വിരോധമില്ല. പക്ഷേ ഇമാമിനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അയാൾ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതിയാലേ ഇമാമിനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടുള്ളൂ. മഅ്മൂമിനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടാൻ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം ഇമാമ് നിയ്യത്ത് ചെയ്യാനാണ്, എന്നല്ലാതെ ഇമാം ഇങ്ങനെ ഉറക്കനെ തക്ബീർ അല്ലാതൊന്നുമല്ല, അതിനൊന്നുമല്ല. ഇമാമ് നിയ്യത്ത് ചെയ്യാനാണ് ആ തോണ്ടണത്. ഞാൻ തുടർന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിയ്യത്ത് ചെയ്തോളി. നിയ്യത്ത് ചെയ്താൽ ഏത് കിട്ടും? കൂലി കിട്ടും. ഒരാൾ ഹൗദിൻ്റെ കരക്കെന്ന് ഒളു എടുക്കുന്നുണ്ട്, എന്നെ ഒന്ന് തുടരും എന്നയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾ തുടരുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് ഇമാമത്തിൻ്റെ നിയ്യത്ത് ചെയ്യാം. അയാൾ എന്നെ ഒന്ന് തുടരും, അപ്പോൾ അയാളൊന്നിരിക്കെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അയാളൊന്ന് തുടരും എന്ന് ഇവനക്ക് ഉറപ്പുള്ള ഘട്ടത്തിൽ അയാൾ തുടരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതാവുന്നതാണ്, അതിന് വിരോധമില്ല. അപ്പോൾ ഈ വ്യക്തി ഇവൻ സുബഹി നിസ്കരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇയാളെ തുടർന്നു. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരം പാത്തിലൊന്നും ആവില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്ന് നിസ്കരിച്ചു എന്നത് കൊണ്ടിട്ട് ഈ മഅ്മൂമിന് നിസ്കാരം പാത്തിലൊന്നും ആവില്ല. പക്ഷേ അത് ഒഴിവാക്കലാണ് നല്ലത്. അങ്ങനെ നിസ്കരിച്ചാൽ അവനക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടും, ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പം അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്ന വ്യക്തിയെ ഇവൻ സുന്നത്ത് നിസ്കരിക്കാമെന്നറിയാതെ വന്ന് തുടർന്നു. അപ്പം ഇയാൾ കുനൂത്ത് ഓതൂലല്ലോ, കാരണം ഇയാൾ സുന്നത്ത് നിസ്കരിക്കല്ലേ, ഇയാൾ കുനൂത്ത് ഓതൂലല്ലോ. അപ്പം ഇയാൾ കുനൂത്ത് ഓതാതെ സലാം വീട്ടിയാൽ ആ മഅ്മൂമിനിക്ക് കുനൂത്ത് ഓതൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല, അയാളെ സമക്കാം. കാരണം അയാൾ സുബഹി നിസ്കരിക്കുന്ന ആളോടല്ലല്ലോ തുടർന്നിട്ടുള്ളത്, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന ആളോടല്ലേ തുടർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അയാൾക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. അതല്ലാതെ സുബഹി നിസ്കരിക്കുന്ന ഒരു വ്യക്തി ആ സുബഹി നിസ്കരിക്കുന്ന വ്യക്തിയോട് തുടർന്ന് നിസ്കരിച്ചു, അങ്ങനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ അയാൾ കുനൂത്ത് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ അബ്ആദ് സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ, ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കി, അയാൾ മറന്നിട്ട് ഒഴിവാക്കിയതാണ്, അങ്ങനെ ആ ഘട്ടത്തിൽ
അയാൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമീങ്ങൾക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അബആദ് സുന്നത്ത്, ഖുനൂത്ത് പോലത്തത് ഇമാം ഒഴിവാക്കിയാൽ ഇമാമിനെ ഉണർത്തൽ സുന്നത്തില്ല. ഇമാം ഇപ്പോൾ ഖുനൂത്ത് ഓതാതെ ഇമാമ് സുജൂദിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് നിർവഹിക്കാതെ ഇമാമ് നൃത്തത്തിലേക്ക് പോവാണ്. അത്തരം ഘട്ടങ്ങളിൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇമാമിനെ ഉണർത്തേണ്ടതില്ല, കാരണം അത് അയാൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലൽ എപ്പോഴാണ് ചൊല്ലേണ്ടത്? അത് ചൊല്ലേണ്ടത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം ഇമാമ് മറന്നു ചെയ്യുന്ന ഘട്ടത്തിലാണ് അത് ചൊല്ലേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയിട്ട് മൂന്നാമത്തെ റക്അത്തിൽ ഇമാം അത്തഹിയാത്തിന് ഇരുന്നു. മൂന്നാമത്തെ റക്അത്തിൽ മറന്നുകൊണ്ട് ഇമാം അത്തഹിയാത്തിന് ഇരുന്നാൽ അവിടെ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു സംഗതി ഇമാമ് മറന്നു ചെയ്താൽ അവിടെ സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അവിടെ ഇമാമിനെ ഉണർത്തണം. അതേപോലെ തന്നെ ഇമാമ് 4 റക്അത്ത് കഴിഞ്ഞ് 5ാമത്തെ റക്അത്തിലേക്ക് ഇമാം എഴുന്നേറ്റു, 5ാമത്തെ റക്അത്തിലേക്ക്. അപ്പോൾ 5ാമത്തെ റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുമല്ലോ, ആ ഘട്ടത്തിലും ഇമാമിനെ ഉണർത്തണം. ആ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന എല്ലാ സംഗതിയും ഇമാമ് മറന്ന് ചെയ്യുന്ന ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ഇമാമിനെ ഉണർത്തേണ്ടതുള്ളൂ. നേരെ മറിച്ച് അബആദ് സുന്നത്തിൽ നിന്ന് ആദ്യത്തെ അത്തഹിയാത്തോ അല്ലെങ്കിൽ ഖുനൂത്തോ ഇതൊക്കെ ഇമാമ് ഒഴിവാക്കുകയാണെങ്കിൽ ഇമാമിനെ ഉണർത്തേണ്ടതില്ല. ഇമാമ് ഖുനൂത്ത് ഒഴിവാക്കിയാൽ മഅ്മൂമ് ഖുനൂത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്, അവിടെ മഅ്മൂമ് ഖുനൂത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ സഹ്വിൻ്റെ സുജൂദിൻ്റെ നിയമം അത് സുന്നത്താണ്, അതിൻ്റെ നിയമം, അതിൻ്റെ ഹുക്ം അതാണ്. ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 5 സ്ഥലങ്ങളിലാണ് സഹ്വിൻ്റെ സുജൂദ് വരിക. ഒന്ന് അബആദ് സുന്നത്ത്, ആ അബആദ് സുന്നത്ത് മറന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒഴിവാക്കി കഴിഞ്ഞാൽ. രണ്ടാമത്തത് അബആദ് സുന്നത്ത് ഒഴിവാക്കിക്കണോ ഇല്ലയോ എന്ന് സംശയം വന്നാൽ, ഒരാൾ ഞാൻ ഖുനൂത്ത് ഓതിക്കണോ ഇല്ലയോ എന്ന് സംശയമായി, അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഇരുന്നിക്കണോ ഇല്ലയോ എന്ന് സംശയമായി. ഇങ്ങനെ അബആദ് സുന്നത്ത് അവൻ ഒഴിവാക്കിയിരിക്കുന്നുവോ എന്ന് സംശയം വന്നാലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. 2. മൂന്നാമത്തെ സ്ഥലം മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ മറന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. 4. ഖൗലിയായ വല്ല ഫർദുകളെയും അതിൻ്റെ സ്ഥാനത്തിൽ നിന്നിട്ട് മാറ്റി ചെയ്താൽ. ഖൗലിയായ ഫർദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ ഖൗലിയായ ഫർദുകൾ, വാക്കുകൊണ്ട് നിർവഹിക്കേണ്ട ഫർദുകൾ. നിസ്കാരത്തിൽ വാക്കുകളും പ്രവർത്തനങ്ങളുമാണല്ലോ. അപ്പോൾ വാക്കുകളെ കൊണ്ട് നിർവഹിക്കേണ്ട ഫർദുകൾ, ഒന്ന് നിസ്കാരത്തിലുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. രണ്ടാമത്തത് നിസ്കാരത്തിലുള്ളത് ഫാത്തിഹയാണ്. പിന്നെ നിസ്കാരത്തിലുള്ളത് അത്തഹിയാത്താണ്. പിന്നെ ഒന്നാമത്തെ സലാമാണ്. ഇതാണിപ്പോൾ വാക്കുകൾ കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരാൾ ഫാത്തിഹ ഓതേണ്ട സ്ഥലത്ത് അത്തഹിയാത്ത് ഓതി, അല്ലെങ്കിൽ അത്തഹിയാത്ത് ഓതേണ്ട സ്ഥലത്ത് ഫാത്തിഹ ഓതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാക്കുകൊണ്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ഫർദ് സ്ഥാനം തെറ്റി ചെയ്താൽ അവിടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായപ്രകാരം അവിടെയും സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. 5ാമത്തെ സ്ഥലം അവൻ ചെയ്ത പ്രവർത്തനം കൂടുതലാണ് എന്ന് അവർക്ക് കൂടുതലാവാൻ സാധ്യതയുള്ള സ്ഥലത്ത്, അവൻ ചെയ്തത് കൂടുതലാവാൻ സാധ്യതയുള്ള സ്ഥലത്ത്. ഉദാഹരണമായിട്ട് ഒരാൾ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ആ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പിന്നെ അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ ഇതിപ്പോൾ 5 ആണോ 4 ആണോ ഇതൊരു സംശയമായി. ഇത് 5 ആണോ 4 ആണോ എന്ന് സംശയമായി. അങ്ങനെ സംശയമായാൽ അത് കൂടുതലാവാൻ സാധ്യതയുണ്ടല്ലോ, കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്ത പ്രവർത്തനം കൂടുതലാകാൻ സാധ്യതയുണ്ട് എന്ന് വരുന്ന സ്ഥലത്തും സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ 5 സ്ഥലങ്ങളിലാണ് സഹ്വിൻ്റെ സുജൂദ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണം ഉണ്ടായിട്ട് ആ സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് 70 തവണ ആ നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കൽ. അത് ശൈത്താനെ പ്രതിരോധിക്കലും അവരെ ദേഷ്യപ്പെടുത്തി അവനോട് ദേഷ്യമുണ്ടായി ചെയ്യുന്നതുമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ ഒന്നിലധികം കാരണം ഉണ്ടായി സഹ്വിൻ്റെ സുജൂദിന്.
ഉദാഹരണമായി ഒരാൾ കുനൂത്ത് മറന്നു, അല്ലെങ്കിൽ കുനൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ മറന്നു. അപ്പോൾ കുനൂത്തും കുനൂത്തിലെ സ്വലാത്തും ഇത് അബ്ആദ് സുന്നത്തിൽ രണ്ടെണ്ണമായി എണ്ണിയതാണ്. ആദ്യത്തെ അത്തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തം. ഒരാൾ അത്തഹിയാത്തും മറന്നു, അത്തഹിയാത്തിൻ്റെ ഇരുത്തും മറന്നു, അല്ലെങ്കിൽ അത്തഹിയാത്ത് മാത്രം മറന്നു, ഇരുത്തം മാത്രം മറന്നു. ഇങ്ങനെ സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ ഒന്നിലധികം ഉണ്ടായിരുന്നാലും അവിടെ 2 സുജൂദ് ചെയ്താൽ മതി. ഒരൊറ്റ വട്ടമേ ചെയ്യേണ്ടതുള്ളൂ, 2 സുജൂദേ വേണ്ടതുള്ളൂ. സഹ്വിൻ്റെ സുജൂദ് ഒന്നിലധികം വട്ടം ഒരു നിസ്കാരത്തിൽ വരൂല. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ചിലപ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്, സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത്തഹിയാത്ത് വരും മറന്നുകാണ്ട്. സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ട് പിന്നെ മറന്നുകാണ്ട് അത്തഹിയാത്ത് വരും. അപ്പോൾ ഇനി സഹ്വിൻ്റെ സുജൂദ് ചെയ്യണോ? സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ട് സലാം വിട്ടാണ് വേണ്ടത്. പക്ഷേ ഇത് സാധാ സുജൂദാണെന്ന് ധരിച്ചു കൊണ്ടിട്ട് വീണ്ടും അത്തഹിയാത്ത് ഓതി. അങ്ങനെ വീണ്ടും അത്തഹിയാത്ത് ഓതിയാൽ പിന്നെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും മറവി വന്നാലും അതിൻ്റെ കൂടെ തന്നെ മറവി വന്നു. സഹ്വിൻ്റെ സുജൂദിൻ്റെ കൂടെ തന്നെ മറവി വന്നു. അതെങ്ങനെ സഹ്വിൻ്റെ സുജൂദിൻ്റെ കൂടെ മറവി വന്നു? ഒരാൾ ഒരു സുജൂദ് ചെയ്തു, ഒരു സുജൂദ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് 2ാമത്തെ സുജൂദാ 3ാമത്തെ സുജൂദാ? സഹ്വിൻ്റെ ഒരു സുജൂദ് ചെയ്തിട്ട് മൂപ്പര് എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ 1 ചെയ്ത് 2 ചെയ്തത് എന്ന് സംശയം വന്നാലോ? മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സാധ്യതയുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അവരൊന്നും ഒഴിവാക്കിയിട്ടില്ല. കൂടുതൽ ഫത്ഹുൽ മുഈനിലൊക്കെ കൂടുതൽ 75% ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിക്കുന്നത് വരെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അത് ഫുഖഹായിൻ്റെ കർത്തവ്യമാണ്, കടമയാണ്. എപ്പോഴെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് നോക്കി ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ കടമ. അപ്പോൾ ഒരാൾ സഹ്വിൻ്റെ ഒരു സുജൂദ് ചെയ്തിട്ട് 2ാമത്തെ സുജൂദിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ 2 ചെയ്തുക്കണോ ഇല്ലേ? അപ്പോൾ സഹ്വിൻ്റെ സുജൂദ് തന്നെ മറവി വന്നു. അപ്പോൾ ഒന്നുകൂടി ചെയ്യണം. ചിലപ്പോൾ അത് 3 ആയിക്കൂടായില്ല, അത് 3 ആയിക്കൂടായില്ല. അങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ സുജൂദ് തന്നെ ചിലപ്പോൾ ഒരു സുജൂദ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് 2ാമത്തതാണോ അത് 1ാമത്തെ തന്നെയാണോ എന്ന് സംശയിച്ച് കഴിഞ്ഞാൽ 2ആണെന്ന് ഉറപ്പുവരുത്തി അത് ചിലപ്പം വീണ്ടും ചെയ്യാൻ പോകുന്ന 3ാമത്തതായിരിക്കാം. അങ്ങനെ ചെയ്താൽ പിന്നെ അവിടെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. സഹ്വിൻ്റെ സുജൂദ് ചെയ്ത്, കാരണം സുജൂദ് ചെയ്തതിൻ്റെ ശേഷമാണല്ലോ പിന്നെ അത്തഹിയാത്ത് വരിക. ആ അത്തഹിയാത്തിൻ്റെ ശേഷമാണല്ലോ സഹ്വിൻ്റെ സുജൂദിൻ്റെ സ്ഥലം. അപ്പോൾ എന്ത് വന്നു? ആദ്യം നമ്മളോട് മനസ്സിലാക്കേണ്ടത്, എത്ര മറവി സംഭവിച്ചാലും എന്തായിരുന്നാലും ഒരു നിസ്കാരത്തിൽ സഹ്വിൻ്റെ സുജൂദ് ആകെ 2 ഉള്ളൂ. അതിൽ കൂടുതൽ സഹ്വിൻ്റെ സുജൂദ് ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയേക്കണം. എത്ര ആയിരുന്നാലും സഹ്വിൻ്റെ സുജൂദിൻ്റെ മുമ്പ് മറവി സംഭവിക്കട്ടെ, സഹ്വിൻ്റെ സുജൂദിൻ്റെ ശേഷം മറവി സംഭവിക്കട്ടെ, സഹ്വിൻ്റെ സുജൂദിൻ്റെ കൂടെ മറവി സംഭവിക്കട്ടെ, 3 രൂപയല്ലേ ഉണ്ടാവുള്ളൂ. മുമ്പ് സംഭവിച്ചാലും ശേഷം സംഭവിച്ചാലും കൂടെ സംഭവിച്ചാലും അവിടെ സഹ്വിൻ്റെ സുജൂദ് ആവർത്തിക്കപ്പെടുന്നില്ല. ഒരൊറ്റ വട്ടമേ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. സഹ്വിൻ്റെ സുജൂദിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ സാധാരണ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ തന്നെയാണ്. അതോടുകൂടെ സുബ്ഹാനമല്ല യനാമു വല യസ്ഹു എന്ന് ഓർമ്മയുള്ള ആൾക്കാർ അത് പറയൽ സുന്നത്തുണ്ട്. സുബ്ഹാനമല്ല യനാമു വല യസ്ഹു, ഉറങ്ങുകയും മറക്കുകയും ചെയ്യാത്ത അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് പറയൽ സുന്നത്തുണ്ട്. അത് ഓർമ്മയുള്ള ആൾക്കാർക്ക് അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയുന്ന ഈ സുജൂദുകൾ ചെല്ലുന്ന ആ ദിക്ർ തന്നെയാണ് സഹ്വിൻ്റെ സുജൂദിലും ചെയ്യേണ്ടത്. ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ഇമാമായി നിസ്കരിക്കുകയോ ചെയ്യുന്ന ആൾക്ക് സഹ്വിൻ്റെ സുജൂദിൻ്റെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കാം, 3 രൂപത്തിലല്ലേ നിസ്കരിക്കാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു, ഇമാമായി നിസ്കരിക്കുന്നു, മഅ്മൂമായി നിസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ നിസ്കരിക്കുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊരു നിസ്കാരം ഇല്ലല്ലോ. അപ്പോൾ മഅ്മൂമായി നിസ്കരിക്കുന്ന വ്യക്തിക്ക് സഹ്വിൻ്റെ സുജൂദിൻ്റെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. ഇമാമായി നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് വല്ല മറവിയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് അവിടെ നാവ് കൊണ്ട് ഉച്ചരിക്കണ്ട, നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മതി. ഞാൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മതി. നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല.
ആ നിയ്യത്ത് മനസ്സിൽ കരുതുന്ന നിയ്യത്തൊക്കെ മനസ്സിൽ കരുതലാണ്, നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തേ ഉള്ളൂ. ഇവിടെ ഈ നിയ്യത്തിനക്ക് നാവ് കൊണ്ട് ഉച്ചരിച്ചുകൂടാ. നേരെ മറിച്ച് തിലാവത്തിൻ്റെ സുജൂദ് അത് ഓത്തിൽ ചെയ്യുകയാണെങ്കിൽ, തിലാവത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സുജൂദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓതുന്ന വ്യക്തി അവിടെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്യേണ്ട 14 സ്ഥലത്ത് സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ആ 14 സ്ഥലത്ത് സുജൂദ് ചെയ്യേണ്ട ആയത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ സുജൂദിന് വേണ്ടി പോകുമ്പോൾ ഇമാമായിരുന്നാലും മൗമുമായിരുന്നാലും നിയ്യത്ത് വേണ്ട. കാരണം നിസ്കാരവുമായി ബന്ധപ്പെട്ട ഖുർആനോത്തുമായി ബന്ധപ്പെട്ടത് കൊണ്ടിട്ടാണ് ആ സുജൂദ് വന്നിട്ടുള്ളത്. ഈ ഖുർആനോത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഖുർആനോത്തുമായി വന്നത് കൊണ്ടിട്ടാണ് ബന്ധപ്പെട്ടതാണ് തിലാവത്തിൻ്റെ സുജൂദ്. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായ നിയ്യത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അതല്ലാത്ത സമയത്താണെങ്കിൽ, നിസ്കാരത്തിലല്ലാതെ ഒരാൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ നിയ്യത്ത് വേണം. അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ നിയ്യത്ത് വേണം. നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ അവിടെ ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും തിലാവത്തിൻ്റെ സുജൂദിനെ നിയ്യത്ത് ചെയ്യേണ്ടതില്ല. സെഹ്വിൻ്റെ സുജൂദ് ഇമാമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിയോ ചെയ്യുമ്പോൾ സെഹ്വിൻ്റെ സുജൂദ് അതിൻ്റെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അത് ചെയ്യാതെ നിസ്കാരം, സെഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. കാരണം സുജൂദ് വർദ്ധിപ്പിക്കലായി. സെഹ്വിൻ്റെ സുജൂദിൻ്റെ നിയ്യത്ത് ചെയ്താലേ അത് സെഹ്വിൻ്റെ സുജൂദ് ആവുള്ളൂ. അല്ലെങ്കിൽ സെഹ്വിൻ്റെ സുജൂദ് ആവില്ല, നിസ്കാരത്തിൻ്റെ സുജൂദായിട്ട് പരിഗണിക്കും. നിസ്കാരത്തിൻ്റെ സുജൂദ് ആകുമ്പോൾ ഒരു ഫർദ് കൂടുതലാക്കലായില്ലേ. ഒരു ഫർദ് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ സെഹ്വിൻ്റെ സുജൂദിൽ യാനത്തു താലിബീനിൽ സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. സെഹ്വിൻ്റെ സുജൂദ് ഇമാമോ അല്ലെങ്കിൽ മഅ്മൂമോ, ഇമാമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്യാതിരുന്നാൽ അവിടെ നിസ്കാരം ബാത്തിലായി പോകും. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിച്ചാലും ബാത്തിലാവും. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കരുത്, മനസ്സിൽ കരുതാനേ പറ്റുള്ളൂ. മനസ്സിൽ മാത്രമേ നിയ്യത്ത് കരുതേണ്ടതുള്ളൂ. അപ്പോൾ സെഹ്വിൻ്റെ സുജൂദിൻ്റെ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാമ് സെഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും മഅ്മൂമീങ്ങളായ ആളുകൾക്ക് സെഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ അത് സുന്നത്തുണ്ട്. ഇമാമിപ്പോൾ 5-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഇമാമ് 5-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ മഅ്മൂമീങ്ങളായ ആൾക്കാർ സുബ്ഹാനല്ലാഹ് ചൊല്ലി. മഅ്മൂമീങ്ങളായ ആൾക്കാർ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടും ഇമാമ് മടങ്ങണില്ല. ഇമാമ അത്തഹിയാത്തിലേക്ക് മടങ്ങണില്ല. അയാൾ 5-ാമത്തെ റക്അത്ത് നിസ്കരിക്കുക തന്നെയാണ്. അത്തരം ഘട്ടങ്ങളിൽ മഅ്മൂമീങ്ങൾ ഒരിക്കലും ഇമാമിൻ്റെ കൂടെ പോകരുത്. അവിടെ 2 കാര്യങ്ങളാണ് മഅ്മൂമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാലൊന്ന് മഅ്മൂമീങ്ങൾക്ക് ചെയ്യാം. ഇവനക്ക് ഉറപ്പുണ്ട്, മഅ്മൂമീങ്ങളായ ആളുകൾക്ക് ഉറപ്പുണ്ട് ഇമാമ 5-ാമത്തെ റക്അത്തിലേക്കാണ് പോയിക്കണതെന്ന് ഉറപ്പുണ്ട്. ആ ഘട്ടത്തിൽ 5-ാമത്തെ റക്അത്തിലേക്കാണ് പോയിക്കണത് എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മഅ്മൂമീങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടും അദ്ദേഹം തിരിച്ചു വരുന്നില്ലെങ്കിൽ മഅ്മൂമീങ്ങൾ ചെയ്യേണ്ടത് ഒന്നിരിക്കൽ അവിടെ തന്നെ ഇരിക്കുക. ഇമാമ് വരുന്നത് വരെ, അത്തഹിയാത്തിലേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അവിടെ ഇരുന്നിട്ട് ഇമാമ് വന്ന് ഇമാമ് അത്തഹിയാത്തൊക്കെ ഓതിയിട്ട് ഇമാമ് സലാം വിട്ടുമ്പോൾ കൂടെ സലാം വിട്ടാൽ, അല്ലെങ്കിൽ മഅ്മൂമീങ്ങൾ അവിടെ ഇരുന്ന് അത്തഹിയാത്ത് ഓതുക. ആ അത്തഹിയാത്ത് ഓതുമ്പോൾ ഇമാമുമായി വിട്ടുപിരിഞ്ഞു എന്ന് മനസ്സിൽ കരുതണം. അയാൾ എന്ത് പറഞ്ഞിട്ടും മടങ്ങണില്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടൊന്നും മൂപ്പര് മടങ്ങണില്ല. അങ്ങനെ കണ്ടാൽ മഅ്മൂമീങ്ങൾ ഞങ്ങൾ ഇമാമുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു മനസ്സിൽ കരുതുക. ഇമാമുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു, ഇമാമുമായിട്ട് ഇമാമത്തിൻ്റെ ബന്ധം അവസാനിച്ചിരിക്കുന്നു മനസ്സിൽ കരുതുക. അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അവർ അത്തഹിയാത്ത് ഓതിയിട്ട് ഓൽക്ക് സലാം വിട്ട് ഓൽക്ക് പോവാം. ഇമാമ് 5 അല്ല 10 അല്ല 100 റക്അത്ത് വേണമെങ്കിൽ കരിച്ചോട്ടെ, നമ്മൾ പോവാണെന്ന് പറഞ്ഞാൽ പോവാം. ഇസ്ലാമിൻ്റെ വിധികളാ പറഞ്ഞത്. ഇയാൾ എന്താ ഇപ്പോൾ കാട്ടേണ്ടതെന്ന് വിചാരിച്ചതിന് കുതിരിക്കണ്ട. ഇയാൾ എത്ര പറഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞ് വരണില്ല, പിന്നെ എന്താ ഇവിടെ കാട്ടണ്ട? രണ്ട് വിഷയമാണ് അവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. അവിടെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിരിക്കലും അയാളെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുക. അയാൾ ഇനി എത്ര സ്കിരിച്ചാലും ശരി, അയാൾ എപ്പോഴാണ് സലാം വിട്ടെന്ന് വെച്ചിട്ട് അപ്പോൾ സലാം വിട്ടാൽ അയാൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ കുത്തിരിക്കുക. അതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം നമ്മൾ ചെയ്യണ്ട, അയാൾ ചെയ്തോട്ടെ. നമ്മൾ ചെയ്യാൻ പാടില്ല.
നമുക്ക് ബോധ്യമുണ്ട് 5 അയാൾ ചൊല്ലിക്കണമെന്ന് നമുക്ക് ബോധ്യമുണ്ട്, ചെല്ലാൻ പാടില്ല. ആ സ്പോട്ടിൽ ഞാനുണ്ട്, നമ്മളാരും ചൊല്ലിയിട്ടില്ല, അയാൾ ചൊല്ലി. അങ്ങനെ നാടന്മാരായ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ വരും. കാരണം അവരെന്താ വെച്ചാൽ ഈ ദിക്ർ ചൊല്ലി പിന്നെ അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റുഹു ലാ തഫ്തിന്നാ ബഅദഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏത് ചെല്ലണമെന്ന് തോന്നും. ഒരു തക്ബീർ കൂടി ചൊല്ലിയിട്ടാണ് സലാം വീട്ടേണ്ടത് തോന്നും അറിയാത്ത ആൾക്കാർ. അവിടെ ഒരു തക്ബീർ ചെല്ലേണ്ട ആവശ്യമില്ല. തന്നെയല്ല ഒരു ബേജാറ് വരും, പരിചയമില്ലാത്ത ആൾക്കാരെ സാധാരണ നിസ്കരിച്ചിട്ട് പരിചയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ബേജാറ് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിന് നിൽക്കണ്ടല്ലോ, അതിന് അറിയുന്ന പ്രായമുള്ള ആൾക്കാരും ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തകരാറുള്ള കാര്യമില്ലല്ലോ ഇപ്പം അത്. അപ്പം എന്തേലും പറഞ്ഞ് അതിൻ്റെ ഇടക്ക് അതിൻ്റെ തെർത്തീബ് വിട്ടുപോയി. അപ്പം അങ്ങനെ ഇമാമ് മടങ്ങുന്നില്ലെങ്കിൽ ഈ 2 കാര്യം ചെയ്യേണ്ടത്. ഒന്നിരിക്കൽ അവിടെ പിന്നെ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ഓതിയിട്ട് ഇവനക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. കാരണം ഇമാമിന് മറവി സംഭവിച്ചല്ലേ, സംഭവിച്ചാണല്ലോ. അപ്പോൾ ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാതിരിക്കട്ടെ, ഇവനക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ടിട്ട് അവനക്ക് പിന്നെ സലാം വിട്ടിട്ട് പോകാവുന്നതാണ്. ഇമാമാണെങ്കിലോ, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം പറഞ്ഞ് ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ല, ഇമാമിന് വേണ്ടിയിട്ട് മഅ്മൂമിന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. കാരണം ഇയാൾ കേൾക്കണില്ല, ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ ഇമാം പറയുകയാണെങ്കിലോ. മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഇമാമിന് ബോധ്യപ്പെട്ടാലേ ഇമാമ് തീരുമാനിക്കാൻ പാടുള്ളൂ. മഅ്മൂമിങ്ങൾക്കും പഴച്ചൂടെ, ഓരോരുത്തും പഴക്കാലോ. ആ മഅ്മൂമിങ്ങൾ ഇമാമിന് ഉണർത്തുമ്പോൾ ഇമാമിന് ബോധ്യപ്പെടണം, ഞാൻ 5ാമത്തെ റക്അത്തിലേക്കാണ് എഴുന്നേറ്റത് എന്ന് ഇമാമിന് ബോധ്യപ്പെട്ടാലേ ഇമാമ് മടങ്ങേണ്ടതുള്ളൂ. ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മടങ്ങേണ്ടതില്ല. ഇവർ പറഞ്ഞപ്പോൾ ബോധ്യം വരണം, ഉറപ്പ് വരണം, അത് ശരി തന്നെയാണ്. കാരണം ഇവർക്കും പഴച്ചൂടെ, അവർക്കും ഓർമ്മക്കുറവ് വരാലോ. അപ്പം അതുകൊണ്ട് ഇമാമ് പറയും ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇമാമിന് സഹ്വിന് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. മഅ്മൂമിങ്ങൾക്ക് ഇമാം 5 റക്അത്ത് നിസ്കരിച്ചിരിക്കണം, അപ്പോൾ മഅ്മൂമിങ്ങൾ ഇമാമിനോട് സഹ്വിന് സുജൂദ് ചെയ്യാം, അത് സുന്നത്താണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇമാമ് മറന്നിട്ട് ഇമാമ് സുജൂദ് ചെയ്യണമെങ്കിൽ ഇമാമിന് വേണ്ടി മഅ്മൂമിങ്ങൾ സുജൂദ് ചെയ്യുന്നു, അങ്ങനത്തെ ഘട്ടമുണ്ടാവും, അതിന് വിരോധമില്ല. ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിനിക്ക് മറവ് സംഭവിച്ചു, മഅ്മൂമിൻ്റെ അടുത്തതേ മറവ് സംഭവിച്ചു. അതിനുവേണ്ടി മഅ്മൂമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇമാമത്ത് നിലനിൽക്കുന്ന സമയത്ത് ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമ് അത്തഹിയ്യാത്തിൽ ഇരുന്നു, അത്തഹിയ്യാത്ത് ഓതിയില്ല, ഓരോ വേറെന്തോ ചിന്തിച്ചിരുന്നു. അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തവും അത്തഹിയ്യാത്തും രണ്ടും അബയാദ് സുന്നത്ത് തന്നെയാണ്. അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തും അത്തഹിയ്യാത്തും. ആ മഅ്മൂമ് അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരുന്ന് അവൻ അത്തഹിയ്യാത്തൊന്നും ഓതിയില്ല. പിന്നെ ലാസ്റ്റാണ് അവനക്ക് ബോധ്യത ഞാൻ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ലല്ലോ എങ്കിൽ ഈ അത്തഹിയ്യാത്തിന് വേണ്ടിയിട്ട് അവൻ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ജമാഅത്ത് നടക്കുന്ന അവസരത്തിൽ സംഭവിച്ചതാണ്. ഇമാമും മഅ്മൂമുമായിട്ട് ആ ജമാഅത്ത് ആ തുടർച്ച നടക്കുന്ന അവസരത്തിൽ സംഭവിച്ചത് കൊണ്ടിട്ട് അവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇമാമും ജമാഅത്തുമായി ഇവിടെ ശ്രദ്ധിക്കണേ, ഇമാമും ജമാഅത്തുമായി നടക്കുന്ന അവസരത്തിൽ മഅ്മൂമിൻ്റെ വക്കൽ നിന്നിട്ട് വല്ല മറവിയും സംഭവിച്ചാൽ, സുജൂദ് ചെയ്യേണ്ട കാരണങ്ങളുള്ള വല്ല മറവിയും സംഭവിച്ചാൽ അതിന് മഅ്മൂമ് സുജൂദ് ചെയ്യേണ്ട. നേരെ മറിച്ച് ഇമാമ് സലാം വീട്ടിയിട്ട് മസ്ബൂക്കായ വ്യക്തിയായിരുന്നു, ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഓൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ, അതിൽ മറവി സംഭവിച്ചാൽ അതിന് സുജൂദ് ചെയ്യണം. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന ഇമാമ് സലാം വീട്ടുന്നത് വരേക്കും ഇവൻ്റെ വക്കന്ന് സംഭവിച്ച മറവികളൊക്കെ ഇമാം ഏറ്റെടുക്കും. സലാം വീട്ടിക്കഴിഞ്ഞാൽ തുടർച്ച പോയില്ലേ. അപ്പോൾ സലാം വീട്ടിയതിന് ശേഷം ഇവൻ മസ്ബൂക്കായിരുന്നു, ഓൻ എഴുന്നേറ്റ് നിൽക്കുന്ന നിസ്കാരത്തിൽ അപ്പോൾ അവൻ്റെ അടുത്ത് മറവി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ജമാഅത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ വല്ല മറവിയും സംഭവിച്ചാൽ അതിന് വേണ്ടിയിട്ട് മഅ്മൂമ് സുജൂദ് ചെയ്യേണ്ടതില്ല. എങ്ങനെ അതെ, ഇമാമ് സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ഇമാമിൻ്റെ അടുത്ത് മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മറവിക്ക് വേണ്ടി മസ്ബൂക്കാതായിരിക്കുന്ന വ്യക്തി സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്.
2 വട്ടം സുജൂദ് വരും. അപ്പം ഇമാമിൻ്റെ കൂടെ ഒന്നും വരും, പിന്നെ ലാസ്റ്റും വരും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം അവസാനത്തെ തയ്യത്തിൻ്റെ ശേഷമാണ്. ഇവൻ്റെ അവസാനത്തെ തയ്യത്ത് ആയിട്ടില്ലല്ലോ. പിന്നെ അവൻ ചെയ്തത് ഇമാം ചെയ്തപ്പോൾ ചെയ്തതാണ്. 2 വരും. അത് ഇമാമിന് തുടർന്നിട്ടാണ് ഒന്ന് വരുന്നത്. ഇമാമിന് തുടർന്നുകൊണ്ട് ഉദാഹരണമായിട്ടിപ്പോൾ അവൻ 4-ാമത്തെ റക്അത്തിൽ വന്നിട്ടാണ് തുടർന്നത്, അല്ലെങ്കിൽ 3-ാമത്തെ റക്അത്തിലാണ് തുടർന്നത്. ഇമാം ഏത് ഒഴിവാക്കിയിരുന്നു? ആയത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയിരുന്നു. ആയത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയിട്ട് ഇമാം ആ ആയത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയതിന് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇമാമിൻ്റെ കൂടെ ചെയ്യണം. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ലാസ്റ്റ് തഹിയ്യാത്തിൻ്റെ ശേഷം വീണ്ടും ചെയ്യണം. അപ്പോൾ രണ്ട് വട്ടം വരും. ആ 2 വട്ടത്തിൽ നിന്ന് ഒന്ന് ഈ മറവിക്ക് വേണ്ടിയല്ല, ഒന്ന് ഇമാമിൻ്റെ കൂടെ ചെയ്യാനാണ്. ഇമാമിൻ്റെ കൂടെ ചെയ്യുക എന്ന് അതിന് വേണ്ടിയിട്ടാണത്. അതുകൊണ്ടാണത്, അത് മറവിക്ക് വേണ്ടിയല്ല. അപ്പോൾ 2 വട്ടം ആ നിലയ്ക്ക് 2 വട്ടം അവിടെ കടന്നു വരും. ഇനി ഒരു വിഷയമില്ലെന്ന് വെച്ചാൽ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിസ്കാരത്തിൽ മറവി സംഭവിച്ചത് എന്ന് ഓർമ്മയത്. നിസ്കാരത്തിന് ഏത് വീട്ടിൽ പോയി? സലാം വീട്ടിൽ പോയി. സലാം വീട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ കൂടുതൽ സമയമായിട്ടില്ലെങ്കിൽ സഹ്വിൻ്റെ സുജൂദിലേക്ക് മടങ്ങാവുന്നതാണ്. കൂടുതൽ സമയം എന്നുകൊണ്ട് ഉദ്ദേശം ഒന്ന് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, കൂടുതൽ സംസാരിക്കരുത്. കുറഞ്ഞ സംസാരം കൊണ്ടൊന്നും തയ്യാറില്ല. കൂടുതൽ സംസാരിക്കരുത്. സമയത്തിൻ്റെ ധരികത 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം, ആ സമയത്തേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ സഹ്വിൻ്റെ സുജൂദ് ഇല്ല. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയത്തേക്കാൾ കൂടുതലായി ഇവനക്ക് ഓർമ്മ വന്നപ്പോഴത്തേക്കെങ്കിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അതല്ല 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നിട്ടുണ്ട്, നിസ്കാരം ബാത്തിലാകുന്ന സംഗതികളൊന്നും ഒരിടത്ത് വന്നിട്ടുമില്ല. അങ്ങനെ വന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ വീണ്ടും സലാം വിട്ടണം. സഹ്വിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം സലാം വിട്ടുകയും വേണം. അത് ഈ ഡിസ്റ്റൻസാണ് നോക്കേണ്ടത്. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള പരിധി, ആ പരിധിയേക്കാൾ കൂടുതൽ സമയം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിൽ പിന്നെ സഹ്വിൻ്റെ സുജൂദിലേക്ക് അവൻ മടങ്ങേണ്ടതില്ല. പിന്നെ സഹ്വിൻ്റെ സുജൂദിൻ്റെ സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒരാൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്തിക്കണമെന്ന് സംശയമായി. അങ്ങനെ വന്നാലോ? സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് പിന്നെ ഏത് സംശയമായി? സഹ്വിൻ്റെ സുജൂദ് ചെയ്തിക്കണമെന്ന് സംശയമായി. അത് അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ അവൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് വീണ്ടും സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് സുന്നത്താണ്. കാരണം അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ചെയ്തിക്കണമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് വീണ്ടും സഹ്വിൻ്റെ സുജൂദ് അവിടെ ചെയ്യൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി 5 കാരണങ്ങൾ, ആ 5 കാരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. 5 സമയങ്ങളിലാണ്, 5 കാരണങ്ങളെ കൊണ്ടിട്ടാണ് സഹ്വിൻ്റെ സുജൂദ് വരിക. അത് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ പറഞ്ഞത് സഹ്വിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങളും അതേപോലെ തന്നെ സഹ്വിൻ്റെ സുജൂദ് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആ രൂപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. മസ്അലകൾ പറയുമ്പോൾ ഒറ്റയടിക്കാണ് പറയുമ്പോൾ മറന്നു പോകും. അപ്പോൾ കുറേശ്ശെ പറയാൻ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഏതായി മറന്നു സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് മണ്ണാത്ത് കാഞ്ഞിരക്കുഴി ഐദുറാക്ക അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ച മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ അദാബുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ മക്കൾ അല്ലാഹു അവരെ സഹായിക്കുമാറാകട്ടെ. ആജിലായ ഖരീബായ ഫത്ഹ് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ദുൽമ് ചെയ്യുന്ന ആക്രമിക്കുന്ന എല്ലാ ആളുകളെയും എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. രോഗികളായി പലരും നമ്മുടെ വീടുകളിലും ആശുപത്രികളിലുമുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഇന്നലെ മരണപ്പെട്ടു പോയ പണ്ടാരപ്പെട്ടി സെയ്തു നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് വന്നിരുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.